എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ജേണി, ഹാപ്പി ജേണി വിത്ത് ശ്രീയിൽ ഇന്നത്തെ ജേണി എന്ന് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂരുള്ള ഈഷ യോഗ സെൻറ്ററിലാണ്. ഇതെന്താ കാളവണ്ടി നമ്മുടെ നാട്ടിലൊന്നും സാധാരണ ഉണ്ടാവാറില്ല, പക്ഷെ ഇവിടെ വളർത്തുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇതാവരുണ്ട് കാലിത്തൊഴുത്ത്. മൊബൈൽ ഫോണൊന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പം ഇതിൻ്റെ പുറത്തുള്ള സംഭവമാണ്. മുന്നിലോട്ട് കുറച്ച് കൂടെ മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെയുള്ള ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ ശിവനാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം അതുപോലെ നമ്മുടെ യോഗ സെൻറ്ററിൽ നിന്ന് നമ്മുടെ വലിയ ശിവൻ്റെ ആ ഒരു രൂപത്തിലേക്ക്, പ്രതിമയിലേക്ക് പോകാനുള്ളത് ഇതേപോലെ പോകാം, നടന്നും പോകാം. കാളവണ്ടിയിൽ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ കൊണ്ടുവിടും. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ബസ് നമ്മളിവിടെ തൊട്ടടുത്താണ് ഇവിടെ കൊണ്ടുവിടുന്നത്. പക്ഷേ ശിവൻ്റെ ആ ഒരു വലിയ പ്രതിമേൻ്റെ അടുത്ത് എത്തണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സുനിത മാം പറ, ആദിയോഗിൻ്റെ ഇല്ല നമ്മുടെ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. കുറേ നാളുകളായി ഇവിടെ വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നത് സാധിച്ചു. നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതായത് പിന്നെ എന്താ പറയുക, വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അവിടെ അത്രയും പലതരത്തിലുള്ള സംവിധാനങ്ങളാണുള്ളത്. നമ്മളത് മെയിനായിട്ടും ജ്ഞാനപീഠത്തിലാണ് നമ്മൾ പോയത്. അല്ല, ഇത് എന്താണ് ധ്യാനലിംഗ ഉണ്ട്. അതേപോലെ നമ്മൾ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട്, അങ്ങനെ 2 നല്ല പരിശുദ്ധമായ വെള്ളമുള്ള 2 കുളങ്ങളുണ്ട്. കുളമല്ല, അതുപോലെ ജെൻസിനും സെപ്പറേറ്റ് ആണ്. ജെൻസിൻ്റെ സൂര്യകുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ലേഡീസിന് വരുമ്പോൾ അതിനുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ വരിക. അപ്പോൾ ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർ എക്സ്ട്രാ ഡ്രസ്സും കൂടെ കരുതിക്കോളാം. ഉള്ളിൽ കയറുമ്പം അതിൻ്റെ ഉള്ളിൽ ഒന്ന് മുങ്ങി വരിക എന്നുള്ളത് ഭയങ്കര രസമായിരിക്കും. കയറുന്നതിന് ഒരു 20 രൂപ കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ, അതായത് മുങ്ങാൻ വേണ്ടിയിട്ട് 20 രൂപ. ഇനി നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് അതാ കാളവണ്ടി കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതാ ഈ പെണ്ണ് സമ്മതിച്ചില്ല. അവൾക്ക് നടക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ സമ്മതിച്ചില്ല. അപ്പം ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ആദിയോഗി. അപ്പോൾ ആദിയോഗീൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഇത്. അതിൻ്റെ ഫ്രണ്ട് നമ്മൾ ചുറ്റി വരണം, അപ്പോഴാണ് ഫ്രണ്ട് കാണാം. അങ്ങനെ ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അങ്ങനെ ആ ഒരു ആഗ്രഹം കോയമ്പത്തൂർ ടൗണിൽ വൈകുന്നേരം തേരക്ക ഇതിൽ മാല ഉണ്ടോ? കാണുന്നുണ്ടോ? രുദ്രാക്ഷത്തിന് എത്ര മടക്കുണ്ടെന്നുള്ളത് നമ്മൾ അവിടെ പോയി അന്വേഷിക്കേണ്ടി വരും അല്ലേ? ഇവിടെ നോക്കിയാൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. ഒരുപാട് 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 ഒരുപാട്
കുറച്ച് ഉള്ളിലേക്കാണ്. തമിഴ് വായിക്കാൻ അറിയുന്നവർ വായിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്. ആദിയോഗ ആദിയോഗയിലുള്ള സ്പെഷ്യാലിറ്റീസ് ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പം ഇംഗ്ലീഷിൽ വരും. ഇംഗ്ലീഷിൽ വരുമ്പം എല്ലാവരും നോട്ട് ചെയ്തോളാം. ഇത് വായിക്കുന്നത് എന്താ? ലിംഗഭൈരവി. ലിംഗഭൈരവി സെല്ലും വഴി എന്താ? 6:30 മുതൽ മദ്യം 1:20. അതാ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ടോ? ചന്ദ്രകുണ്ട്, സൂര്യമുഖി, അത് വീണ്ടും തമിഴ് വന്നു. തൽക്കാലം ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക. എല്ലാവർക്കും സ്വാഗതം. സന്ദർശനം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ആദിയോഗിയിലേക്ക് സ്വാഗതം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടൊരു ദിവസം ഇരിക്കണമെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യമുണ്ട്. അതേപോലെ തന്നെ വന്ന് സ്റ്റേ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. താങ്ക് യു. ഇതാണ് കോയമ്പത്തൂരിൻ്റെ ട്രഡീഷണൽ ഡ്രിങ്ക് ജിഗർദണ്ഡ. പേര് മാത്രം അറിയാം, എന്താ സാധനം എന്നറിയില്ല. അതൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ കേക്ക്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ചേച്ചി നാൻസി ആൻറ്റി ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ വകയായിട്ട് തന്നതാണ്. 2 പീസ് കേക്ക് എനിക്കും ഈ കുട്ടിക്കും. ഞങ്ങൾ കേക്ക് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.